ശ്രീജേഷ് മാഷിനെ സ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായി വന്ന വിദ്യാകിരണം പദ്ധതിയും നമ്മുടെ സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. സാമ്പത്തിക പ്രശ്നമുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. നമ്മുടെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഇനിയുമുണ്ട്. അതിലേക്ക് കടന്നുപോയതിനു മുമ്പ് നമുക്ക് കഥ കേൾക്കാം. കഥ പറയാൻ പോകുന്നത് സാൻവിക സിനു ഫ്രം NUPS മണപ്പാട്. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ? എന്നാൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതാ അങ്ങു ദൂരെ ഒരു ഗ്രാമം. പച്ചപ്പു നിറഞ്ഞ കുന്നുകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലാണ് എന്റെ ഈ കഥ നടക്കുന്നത്. അതാ ആ വീടിന്റെ ഉമ്മറത്ത് ആരെയോ കാത്തിരിക്കുകയാണ്. ജാനുമ്മ. തന്റെ മകൻ രാമു ഇനിയും വന്നിട്ടില്ല. ജാനുമ്മയുടെ മനസ്സ് പെട്ടെന്ന് പഴയ കാലത്തേക്ക് പാഞ്ഞു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ളൊരു മരണം അവനെ വലുതാക്കാൻ ഞാൻ സഹിച്ച കഷ്ടപ്പാട്, അവനെ പഠിപ്പിച്ചു വലിയവനാക്കണം എന്ന ചിന്ത മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജോലി അവനുണ്ട്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന് സ്വാധീനം കുറച്ചെന്നു മാത്രം. അമ്മേ അമ്മേ കേൾക്കാൻ കാത്തിരുന്ന വിളി കേട്ടപ്പോൾ ജാനു ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. ഊന്നുവടിയുമായി മകന്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, നാളെ രാവിലെ കൊച്ചുകുട്ടി പോയി അമ്മയുടെ കാലൊന്ന് കളിച്ചാലോ? അതിന് പുഴയ്ക്കകരെ എങ്ങനെ എത്തും മോനെ? എന്റെ കാലും കൊണ്ട് പറ്റില്ലല്ലോ. ജാനുമ്മ വളരെ വിഷമത്തോട് ചോദിച്ചു. അതിന് ഞാനല്ലേ അമ്മേ കൂടെയുള്ളത്. ജാനുമ്മയ്ക്ക് മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പിറ്റേന്ന് രാവിലെ അവർ പുറപ്പെട്ടു. ജാനുമ്മയും ഊന്നുവടിയുമായി നടന്നു. മരപ്പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാൽ തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു പെട്ടെന്ന് ഇരു കൈകളും ചേർത്ത് അമ്മയെ താങ്ങി ചേർത്ത് പിടിച്ചു. തന്റെ മകന്റെ കൈകൾ സുരക്ഷിതമായിട്ട് ഓടിത്തെറിച്ചു. അമ്മയെ താങ്ങി നടന്നു. പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. തന്റെ മകൻ അമ്മയെ പുഴയിലേക്ക് തള്ളി. ചേർന്നു. അയാൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി. അമ്മ കാലങ്ങളായി വെച്ച പണപ്പെട്ടി വന്നു. തന്റെ കാലശേഷം അതുപോലെ ഈ സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുക രൂപ പോയി തന്നെയാണ് ഞാനതിൽ തൊട്ടത്. അയാൾക്ക് ചിരിച്ചു. രാമേട്ട രാമേട്ട. പിറ്റേന്ന് രാവിലെ അയൽപ്പക്കത്തുള്ള എവിടെ കേട്ടാണ് അവൻ ഉണർന്നത്. ആദ്യം ഉണർന്നതും കൈനീട്ടി പിടിച്ച് അവൻ വിക്കി വിക്കി പറഞ്ഞു, രാമേട്ട. രാമേട്ടന്റെ അമ്മ കൈനീട്ടി പിടിച്ച പത്രവും വാങ്ങി അവൻ ചരമകോളങ്ങളിൽ ഓരോന്നായി നോക്കി. പക്ഷേ ആ വാർത്ത മാത്രം കണ്ടില്ല. അവൻ മകന്റെയോട് ചോദിച്ചു, ഇവിടെ? ചൂണ്ടിക്കാണിച്ച കോളത്തിലേക്ക് അവൻ കണ്ണോടിച്ചു നോക്കി. കുഴിയിൽ വീഴുന്ന ഒരു മരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമന്റെ കണ്ണിൽ ഇരുട്ട് കയറ് പോലെ തോന്നി. അവൻ തളർന്നു നീരത്തിരുന്നുപോയി. അപ്പോൾ അമ്മയുടെ തലോടൽ പോലെ ഒരു കാറ്റ് അവനെ തഴുകി കടന്നുപോയി. അത് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശങ്ങളെ അയാൾക്ക്
ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, സ്നേഹബന്ധങ്ങളേക്കാൾ ഈ കാലഘട്ടത്തിൽ അമിന്ന പാലിനോടൊപ്പം സ്നേഹവും കൂടെയാണ് നമ്മൾ നൽകുന്നത് എന്ന് നാം വിസ്മരിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Oh, I want something just like this. Do 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 do. Oh, I want something just like this. I've been reading books of old, the legends and the myths, the testaments they told, the moon and its eclipse, the Superman that rose, the suit before he lifts. But I know the kind of person of the Sundays. She said, where do you wanna go? How much you wanna risk? I'm not looking for somebody with some superhuman gifts, some superhero, some fairy tale bliss. Just something I can tell to somebody I can kiss. I want something just like this. I want something just like this. I want something just like this. Do 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 do. Oh, I want something just like this. Do 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 do. Oh, I want something just like